والسلام على أشرف وآل كل من الصحابة والتابعين أجمعين أما بعد അർഹമർറഹീമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ വേദി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഖുർആന്റെ അഹ്ലുകാരായി ജീവിക്കാനും ഖുർആന്റെ അഹ്ലുകാരെ സന്തോഷമുള്ള മരണം സ്വീകരിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് എന്താ ക്ലാസ്സിൽ ഒരാൾക്ക് കയറാൻ ബാക്കിയുണ്ടോ? ഉറക്കമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ പാഠഭാഗം സൂറത്തുൽ ഫാത്തിഹന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചർച്ച ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ചർച്ചയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞപ്പോൾ അതിന്റെ അല്പം പറഞ്ഞു. അതാ അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ മസ്അലകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലായ്പ്പോഴും പറയും അതിന്റെ വിധി എന്താണ്? ഹറാമാകുന്ന ഘട്ടമുണ്ട്, നിർബന്ധമാകുന്ന ഘട്ടമുണ്ട്, സുന്നത്താകുന്ന ഘട്ടമുണ്ട്, അനുവദനീയമാകുന്ന ഘട്ടമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിന്റെ ചർച്ചയിൽ തഫ്സീറിലാണെങ്കിലും ഫിഖഹിലാണെങ്കിലും ഒക്കെ മഹാന്മാര് കൊണ്ടുവരുന്ന ചില കാര്യം കൂടി മതിയ ക്ലാസ്സിൽ ഒന്ന് ഉൾപ്പെടുത്തി നമുക്ക് സ്ഥലത്തേക്ക് കടക്കാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടാവും. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പോൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ചർച്ചയിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചാണ് ഏത് ബഹുമാനമുള്ള കാര്യങ്ങളും നീ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാകണം. അതില്ലെങ്കിൽ അത് പിന്നെ ബറക്കത്ത് കുറഞ്ഞതാണ്, അത് ബറക്കത്ത് കുറഞ്ഞതായി ഉപകാരം കുറഞ്ഞതായി മാറും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മില്ലേണ്ടതുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അവ്വലു മാ കതബൽ ഖലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലം ആദ്യമായി എഴുതിയ അല്ലാഹു തആല ഇസ്മ അല്ലെങ്കിൽ വിശുദ്ധമായ വാചകം അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കതബതും, അതുകൊണ്ട് നിങ്ങളും എഴുതിയാൽ ഫക്തുബുഹ അവ്വല, എഴുത്തിന്റെ ആദ്യത്തിൽ എഴുതേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ കതബതും, നിങ്ങളും എഴുതിയാൽ കിതാബൻ ഒരു എഴുത്ത് എഴുതുകയാണെങ്കിൽ ഫക്തുബുഹ അവ്വല, ആ എഴുത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിക്കോളൂ. വഹിയ മിഫ്താഹു കുല്ലു കിതാബിൻ ഉൻസില, ഇറക്കപ്പെട്ട അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥത്തിന്റെയും താക്കോല് ചാവി എന്താണ്? ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബിസ്മിയെ നമ്മൾ എഴുത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വലമ്മാ നസല ബിഹാ ജിബ്രീലു ആദഹാ സലാസ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹത്വം പറയാണ്, ഈ വിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനെ അവതരിപ്പിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 3 തവണ ആവർത്തിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 തവണ ആവർത്തിച്ചോതി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. വഖാല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹിയ ലക വലി ഉമ്മത്തിക, ഓ നബിയേ, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തങ്ങൾക്കും അവിടുത്തെ സമുദായത്തിനും ഉള്ളതാണ്. അവിടുത്തേക്കും അവിടുത്തെ സമുദായത്തിനുള്ള വലിയ സമ്മാനമാണ് ബിസ്മില്ലാ. അതുകൊണ്ട് ഫമുർഹും, തങ്ങൾ അവരോട് കൽപ്പിക്കണം, അല്ലാ യദഉഹാ ഫീ ശൈഇൻ മിൻ നുമൂരിഹിം, അവരുടെ കാര്യങ്ങളൊന്നും ഒന്നിൽ നിന്നും ഈ ബിസ്മി ഒഴിവാക്കാൻ പാടില്ല. എല്ലാ നല്ല കാര്യത്തിനും ബിസ്മി വേണം. എല്ലാ കാര്യത്തിനും അവർ ബിസ്മി കൂടെ കൂട്ടണമെന്ന് നബിയെ തങ്ങൾ അവരോട് കൽപ്പിക്കണം. അതിന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഫഇന്നീ ലം അദ്ഉഹാ തുർഫത ഐൻ മുദ് നസലത് അലാ അബീക ആദം, പറയട്ടെ, ഫഇന്നീ, നിശ്ചയം ഞാൻ, മലക്കുകളുടെ നേതാവാകുന്ന ഞാൻ, ലം അദ്ഉഹാ തുർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും ഞാൻ എന്ത് ഈ ബിസ്മി ഒഴിവാക്കിയിട്ടില്ല. മുദ് നസലത് അലാ അബീക ആദം, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദം നബി അലൈഹി സ്വലാമിനെ അവതരിച്ച കാലം മുതൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അവതരിപ്പിച്ച കാലം മുതൽ ഞാൻ ഈ ബിസ്മിയെ ഒന്നിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കണ്ണിമോട്ട് നേരം പോലും ഒഴിവാക്കിയിട്ടില്ല. കദാലിക്കൽ മലായിക, ഞാൻ മാത്രമല്ല എല്ലാ മാലാഖമാരും അങ്ങനെയാണ്.
ഉപരിലോകത്തെ അള്ളാഹുവിന്റെ ഉന്നതന്മാരായ പടപ്പുകളാകുന്ന മാലാകമാർ, ആ മാലാകമാരും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊടുക്കുന്ന വലിയ മഹത്വം അതാണ്. അപ്പൊ അതുകൊണ്ട് തങ്ങൾ ഉമ്മത്തിനോട് കൽപ്പിക്കണം നബിയെ, ഈ ബിസ്മി എല്ലാ കാര്യത്തിലും കൂടെ കൂട്ടേണ്ടതാണ് എന്ന്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ വലിയ മഹത്വമാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ എടുത്തു ധരിച്ച ഒരു സംഭവമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊണ്ടുള്ള നേട്ടം എന്താണ്, അല്ലെങ്കിൽ അത് എപ്പോഴും പതിവാക്കുന്നതിന്റെ വലിയ മഹത്വം എന്താണ്? റുബിയ അന്ന റജുലൻ ഖാല ബി ഹദറതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി ഹദറത്തിൽ വെച്ച് ഒരാൾ അവിടുന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഷൈത്താൻ നശിക്കട്ടെ, പിശാച് നശിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പിശാചിനെ നിർവീര്യമല്ല, പിശാചിനെ ദേശത്ത് കുറയ്ക്കാൻ, പിശാചിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഷൈത്താൻ നശിക്കട്ടെ എന്ന് പറഞ്ഞു. ഫഖാലഹു അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പൊ അപ്പറഞ്ഞ മനുഷ്യനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ കദാലിക, അങ്ങനെ പിശാച് നശിക്കട്ടെ എന്ന് തഈസ ഷൈത്താൻ എന്ന് പറയല്ലേ വേണ്ടത്, അങ്ങനെ പറയരുത്. ലാ തഖുൽ ദാലിക, അത് പറയരുത്. ഫഇന്നഹു യതആദമു ഇൻദഹു, കാരണം അങ്ങനെ പറയുമ്പോൾ തഈസ ഷൈത്താൻ എന്നുള്ള പ്രയോഗം നടത്തുമ്പോൾ ഫഇന്നഹു യതആദമു ഇൻദഹു, അതിന്റെ അടുക്കൽ ആ സമയത്ത് പിശാച് അവൻ വലിപ്പം കൂടുകയാണ്. ഷൈത്താൻ എന്താണ് തന്നെ അത് കേൾക്കുമ്പോ അവനവിടുന്ന് വലിയ വലിപ്പത്തിന്റെ മഹത്തരം വരികയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആളാവുകയാണ്. ഇന്ദഹാദൽ ഖൗൽ, അത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ, ഈ വർത്തമാനം കേൾക്കുമ്പോൾ അവനെന്താ വലിപ്പം വെക്കുകയാണ്. വലാക്കിൻ, മറിച്ച് എന്ത് പറയണം? വലാക്കിൻ, പക്ഷേ ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹു ഇറക്കുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല കാര്യപ്പെട്ട ദിക്റാകുന്ന ബിസ്മില്ല ചൊല്ലിക്കോളൂ. വലാക്കിൻ, പക്ഷേ ഇങ്ങനെ ശൈത്താനെ നിർവീര്യമാക്കാൻ, ശൈത്താന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന വലിയ വാചകമാണ് ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞോളൂ. ഫഇന്നഹു യസ്അറു ഹത്താ യസീറ അഖല്ല മിൻ ദുബാബ, ഇസ്ലാം പറയാണ്, അങ്ങനെ ശൈത്താനെതിരായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പോ ഫഇന്നഹു യസ്അറു, നിശ്ചയമായി പിശാച് അവൻ ചെറുതാകും, അവൻ വലിപ്പം വെക്കൂല. ഹത്താ യസീറ അഖല്ല മിൻ ദുബാബ, ഒരു ഈച്ചയേക്കാൾ ചെറുതായി മാറും പിശാച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുമ്പോൾ. അവിടെ അതാണല്ലോ നമുക്ക് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നാസിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ശൈത്താൻ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസാണ് ശൈത്താൻ. അള്ളാഹുവിന്റെ ദിക്ർ എവിടെ ഉണ്ടാകുന്ന അപ്പോഴൊക്കെ പെട്ടെന്ന് പിന്മാറിക്കളയുന്നവനാണ്. ദിക്റുല്ലാഹിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത, ദിക്റുല്ല ഉണ്ടോ അത് വാങ്കാണെങ്കിലും ഏത് ദിക്റാണെങ്കിലും വേണ്ടില്ല, ദിക്ർ വന്നാൽ അപ്പൊ അവിടുന്ന് പിൻവാങ്ങും, പെട്ടെന്ന് പടങ്ങിക്കളയും ശൈത്താൻ. അങ്ങനെ പിൻവാങ്ങുന്നവനാണ് അലി പിശാച്, ഖന്നാസാണ്. അപ്പൊ അതുപോലെ ശൈത്താനെ നിർവീര്യമാക്കാൻ, ശൈത്താനെ അവനെ ചെറുതാക്കി കളയാൻ ഏറ്റവും നല്ലത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലലാണ്. അത് ചെല്ലിയാൽ ഈച്ചയേക്കാൾ ചെറുതായി, അങ്ങനെ ദുർബലനായി ശൈത്താൻ മാറും എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. അപ്പൊ അത് ബിസ്മിയുടെ വലിയ മഹത്വമാണ്. അപ്പൊ ബിസ്മി എല്ലാ ദിക്റും എന്താണ് ശൈത്താനെ തുരത്താൻ പറ്റുന്നതാണ്. പക്ഷെ ആ ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ കനപ്പെട്ട ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ വാങ്ക്, ഇഖാമത്ത് വലിയ പവർഫുള്ളായ ദിക്റാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ശൈത്താന്റെ സാന്നിധ്യമുള്ള എവിടെങ്ങളുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യുക, വാങ്ക് കൊടുത്താൽ, ഇഖാമത്ത് കൊടുത്താൽ വലിയ ഫലമാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കിടക്കുമ്പോൾ, വീടുകൾ അടഞ്ഞു കിടക്കുമ്പോൾ, ഉപയോഗശൂന്യ കിടക്കുമ്പോൾ അവിടെയൊക്കെ പിശാച് കയറി താമസിക്കും, പിശാചിന്റെ നല്ല വിളയാട്ടം ഉണ്ടാകും. അപ്പൊ അവിടെയൊക്കെ ശൈത്താനെ തുരത്താൻ വലിയ ആയുധമാണ് വാങ്ക്. ദിക്റുകളുടെ കൂട്ടത്തിൽ കനപ്പെട്ട ദിക്റാണ് വാങ്ക്. വാങ്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും നമുക്ക് കാണാൻ അറിയാവുന്നതാണെങ്കിലും വാങ്കിന്റെ മഹത്വം വലിയ മഹത്വമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാരോ, ആ മുഅദ്ദിന്റെ സൗണ്ട് എവിടെയെല്ലാം എത്തുന്നോ അവിടെ എല്ലാം ശൈത്താന് നിൽക്കാൻ കഴിയില്ല. ശൈത്താൻ ദുറാത്ത് വിട്ടുകൊണ്ട് ഓടുമെന്നാണ്, കീഴ്വായും വിട്ടുകൊണ്ട് ഓടും വാങ്ക് കേൾക്കുമ്പോൾ. അത്രമാത്രം പവർഫുള്ളായ ദിക്റാണ് വാങ്ക്. അപ്പൊ ഇതുപോലെ ദിക്റുകൾ ഏതുണ്ടാകുമ്പോഴും അവിടെ നിന്നെല്ലാം ശൈത്താൻ ഓടി ഒളിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കനപ്പെട്ട ദിക്റാണ്. ആ ബിസ്മി ചൊല്ലുമ്പോ അവിടെ ഈച്ചയേക്കാൾ ചെറുതായി തീരും പിശാച് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ബിസ്മിയുടെ വലിയ മഹത്താണ്. അതുപോലെ വാൻ അലി റളിയല്ലാഹു അൻഹു മർഫൂഅൻ,
ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മർഫൂആയി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മാ മിൻ കിതാബിൻ യുൽഖാ ഫിൽ അർദി വഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ലാ ബഅസല്ലാഹു മലായികതൻ യഹുഫൂന അലൈഹാ ബിഅജ്നിഹതിഹിം ഹത്താ യബ്അസല്ലാഹു വലിയ്യൻ മിൻ ഔലിയാഹി യർഫഉഹു. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി ഒരു 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 പേപ്പർ കഷ്ണം എടുത്തുയർത്തതിന്റെ വലിയ മഹത്വം എത്ര ഏതാ. മാമിൻ കിതാബൻ യുൽഖാ ഫിൽ അർദി, ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു 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 എഴുത്ത്, ആ എഴുത്തിനെ ഒരാൾ ഉയർത്തുന്നില്ല. ഒരാള് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു എഴുത്ത് ആ എഴുത്തിൽ നിന്ന് വഫീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ബിസ്മില്ലാ എഴുതിയ ഒരു എഴുത്ത് ഭൂമിയിൽ വീണുപോയാൽ, അങ്ങനെ കിടന്നുപോയാൽ, അവിടെ ഇല്ലാ ബഅസല്ലാഹു മലായികതൻ യഹഫൂന അലൈഹാ ബിഅജ്നിഹതിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബിസ്മിയുടെ മഹത്വം കൊണ്ട്, ആ ബിസ്മി എഴുതിയ ഒരു കടലാസ് കഷ്ണം ഉണ്ടെങ്കിൽ ആ കടലാസ് കഷ്ണത്തെ പൊതിയാൻ അല്ലാഹു തആല മാലാഖമാരെ നിയോഗിക്കും. ബിസ്മിയുടെ പവറാണ്. ഇല്ലാ ബഅസല്ലാഹു മലായികതൻ യഹഫൂന അലൈഹാ ബിഅജ്നിഹതിഹിം, അവരുടെ ചിറകുകളെ കൊണ്ട് പൊതിയുന്ന രീതിയിൽ മാലാഖമാരെ അല്ലാഹു തആല അയച്ചിട്ടല്ലാതെ ഇല്ല. എന്നിട്ടോ ഹത്താ യബ്അസല്ലാഹു വലിയ്യൻ മിൻ ഔലിയാഹി യർഫഉ, ആ ബിസ്മി എഴുതിയ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ബിസ്മി എഴുതിയ ഒന്നിനെ അതിനെ ഉയർത്താൻ വേണ്ടി അല്ലാഹു തആല അവന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു വലിയനെ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇഷ്ടക്കാരനെ അല്ലാഹു തആല അവിടത്തേക്ക് അയക്കും. അപ്പൊ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയ ഒരു ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു വേറെന്തെങ്കിലും സാധനം അത് ഭൂമിയിൽ നിന്ന് ഉയർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ടവർ കഴിയുന്ന സംഗതിയാണ് എന്നർത്ഥം. അപ്പൊ ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിസ്മിയുടെ സാന്നിധ്യം കൊണ്ട് ആ എഴുതപ്പെട്ട ഒന്നിന് അള്ളാഹു അത്രയും വലിയ സുരക്ഷിതത്വവും അള്ളാഹു അത്രയും വലിയ ബഹുമാനവും നൽകുന്നത്ര അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ വലിയ മഹത്വമാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ കഴിയും. മാത്രമല്ല വറുവി അന്നൽ കുത്തുബൽ മുനസ്സലത മിനസ് സമാഇ ഇലൽ അർളി മിഅത്തും വഅർബഅ, നമുക്കറിയാം അറസനൊക്കെ പഠിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പക്കൽ നിന്ന് ഇറങ്ങിയ ആകാശലോകം അവതീർണമായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ അത് മിഅത്തും വഅർബഅ 104 ഗ്രന്ഥങ്ങളുണ്ട്. 104 ഗ്രന്ഥങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ. നമ്മൾ എണ്ണം പഠിച്ചിട്ടുണ്ട്. മുൻസിൽ അലാ ഷീസിൻ സിത്തൂന, ബഹുമാനപ്പെട്ട ഷീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് ഏടുകളും ഏടുകളും കിതാബും അടക്കമുള്ള എണ്ണായി പറയുന്നു 104 പഠിച്ചിട്ടുണ്ടല്ലോ. നാല് വേദഗ്രന്ഥങ്ങളും പിന്നെ 100 ഏടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്രസ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കൂട്ടി പറഞ്ഞ എണ്ണാണ് 104 എന്നുള്ളത്. അപ്പൊ ആ 104 100 ഏടുകളാണ്. അപ്പൊ ആ 100 ഏടുകളിൽ നിന്ന് 60 ഏടും ഇറക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷീസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലാണ്. വല ഇബ്രാഹിമ സലാസൂന, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ടത് 30 ഏടുകളാണ്. വാല മുസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ഖബല തൗറാത്തി അശറ, തൗറാത്തിന് മുമ്പ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10 ഏടുകൾ ഇറക്കിയിരുന്നു. അങ്ങനെയാണ് 100 എണ്ണം. പിന്നെ നാല് വേദഗ്രന്ഥങ്ങൾ, അതാണ് തൗറാത്ത്, അൽ ഇൻജീൽ, വസ്സബൂർ, വൽ ഫുർഖാൻ. പിന്നെ തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഫുർഖാൻ 4 വേദഗ്രന്ഥങ്ങളെയാണ് അള്ളാഹു തആല ഇറക്കിയത്. മൊത്തം 104 കിതാബുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നത്. വഅന്ന മആനി കുല്ലിൽ കുതുബി മജ്മൂഅത്തുൻ ഫിൽ ഖുർആൻ, ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാ ആശയങ്ങളും, ഈ ഇറക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭാഗം ഇറക്കിയിരിക്കുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളെയും സമ്പൂർണമായ ആശയങ്ങൾ മജ്മൂഅത്തുൻ ഫിൽ ഖുർആൻ, അത് ഖുർആനിൽ കൂട്ടിയോജിപ്പിക്കുന്നു. ഖുർആനിൽ എന്താണ് അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പറയട്ടെ, മആനിഹി മജ്മൂഅത്തുൻ ഫിൽ ഫാത്തിഹ, എങ്കിൽ ആ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും, ഖുർആൻ പ്രതിപാദിക്കുന്ന മുഴുവൻ ആശയങ്ങളും അത് മജ്മൂഅത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് ഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹ സൂറത്തിൽ. വലിഹാദ, ഇക്കാരണം കൊണ്ടാണ്, അഥവാ ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളെയും ആശയങ്ങളെ സംഗ്രഹിക്കുന്നുണ്ട് ഖുർആൻ.
ആ ഖുർആന്റെ മുഴുവൻ ആശയങ്ങളെ സംഗ്രഹിക്കുന്നുണ്ട് ഫാത്തിഹയിൽ. ഈ കാരണം കൊണ്ടാണ് വലിഹാദ സുമ്മിയത്ത് ഉമ്മുൽ കിതാബ്. അതുകൊണ്ട് ആ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ കിതാബ് എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞ് ഫാത്തിഹാന്റെ പേര് പറഞ്ഞു. ഫാത്തിഹാന്റെ ഒരു പേരാണ് ഉമ്മുൽ കിതാബ്, ഗ്രന്ഥത്തിന്റെ മാതാവാകുന്ന സൂറത്താണ്. അപ്പൊ ഖുർആന്റെ മുഴുവൻ ആശയങ്ങളും എന്താണ്? ആ ഫാത്തിഹയിൽ അള്ളാഹു തആല സംഗ്രഹിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്നാ പറയട്ടെ, ഫാത്തിഹാന്റെ ആശയങ്ങളോ മആനിഹ മജ്മുഅത്തുൻ ഫിൽ ബസ്മല. ബിസ്മിയുടെ മഹത്വം എന്താണ്? ഈ ഫാത്തിഹാന്റെ ആശയങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് ഫിൽ ബസ്മലത്തി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു വാക്യത്തിൽ ഫാത്തിഹാന്റെ ആശയങ്ങൾ മുഴുവൻ വന്നിട്ടുണ്ട്. എന്നിട്ടോ മആനിഹ മജ്മുഅത്തുൻ ഫീ ബാഇഹ. മആനിഹ, ആ ഫാത്തിഹാന്റെ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ആശയങ്ങളുടെ മജ്മുഅത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് ഫീ ബാഇഹ. ആ ബിസ്മില്ലാഹി എന്നതിന്റെ ബായിൽ എല്ലാ ആശയങ്ങളും ഉണ്ട്. എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ഓർഡറിലങ്ങ് പറഞ്ഞതാണ്, അതല്ല. മഅനഹ ബി കാന മാ കാൻ വബി യകൂനു മാ യകൂൻ. അതെ, ഒറ്റവാക്കി പറഞ്ഞാൽ ബിസ്മില്ലാഹിന്റെ ബി പറയുമ്പോൾ ബി മാ കാൻ, എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടാണ്. വബി യകൂനു മാ യകൂൻ, ഉണ്ടാകുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിനെ കൊണ്ടാണ്. അല്ലാഹുവാണ് എല്ലാത്തിനും. അപ്പോ ഇവിടെ വിശാലമായ ആശയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിനുണ്ട്. ആ ആശയത്തെ സൂറത്തുൽ ഫാത്തിഹ അവിടെ മഹാന്മാർ ധാരാളം വിശദീകരിച്ച് പറഞ്ഞത് കാണാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറയുന്ന ആശയങ്ങൾ മുഴുവൻ ഗ്രന്ഥങ്ങളും പറഞ്ഞ ആശയങ്ങളാണ്. ആ മുഴുവൻ ഗ്രന്ഥങ്ങളും പറഞ്ഞ ആശയങ്ങളുടെ അടിസ്ഥാനം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന മനുഷ്യനാകുന്ന പടപ്പ് സൃഷ്ടി, അവന്റെ ഉത്ഭവം എവിടുന്നാണ്, ഇനി അവന്റെ മടക്കം എങ്ങോട്ടേക്കാണ് എന്ന ഇർഷാദ്. അവൻ എവിടെ നിന്ന് ഉത്ഭവിച്ച് വന്നവനാണ്, ഇനി അവൻ എങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്, അവന്റെ ഇവിടെ കർമ്മങ്ങളുടെ അന്തസാരം എന്താണ്, ഇതാണ് പരിശുദ്ധ ഖുർആനിലെ ആശയം പഠിപ്പിക്കുന്നത്. അപ്പോ ആ ആശയത്തെ, അഥവാ ഖുർആൻ പ്രതിപാദിക്കുന്ന ആശയത്തെ, മനുഷ്യന്റെ ഉത്ഭവവും മനുഷ്യന്റെ മടക്കവും ആ മനുഷ്യന്റെ ലക്ഷ്യവും പറയുന്ന ആ കാര്യങ്ങൾ മുഴുവൻ സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് യജമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം ബോധ്യപ്പെടുന്ന പ്രയോഗങ്ങൾ. അള്ളാഹു ആണ് എല്ലാത്തിന്റെയും മൂജിദ്, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹുലേക്കാണ് അവൻ മടങ്ങുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ എല്ലാ കഴിവും കൊടുക്കുന്നത്. ആ റബ്ബിന്റെ റഹ്മത്താണ് എല്ലാത്തിനും കാരണം. അള്ളാഹു ആണ് എല്ലാത്തിനെയും സംവിധാനിക്കുന്നത്. ആ റബ്ബിലേക്കാണ് ഇവന് മടങ്ങാനുള്ളത്. അങ്ങനെ മടങ്ങുമ്പോ അവർ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ കൂട്ടരുണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയമല്ല, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവർ ഉണ്ടാകും. എന്നിങ്ങനെ ആ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ പ്രശംസ കൊണ്ട് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളോട് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന അത് പറഞ്ഞ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാൽ ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അനുഗ്രഹീതനും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായും ഉണ്ടാകുന്ന അവസ്ഥ പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു തആല ആശയത്തെ മുഴുവൻ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം സാധ്യമാക്കുന്നത്, എല്ലാത്തിന്റെയും ഖാലിഖ് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറയുന്ന ഈ ആശയം സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നുണ്ട്. അതേ ആശയം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ട്. അള്ളാഹു ബിസ്മില്ലാഹ്, അള്ളാഹ് എന്ന പ്രയോഗത്തിലുണ്ട്. അർ റഹ്മാൻ അർ റഹീം, റഹ്മാൻ ദുനിയ വൽ ആഖിറ റഹീം അൽ ആഖിറ. അതെ, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. ഏത് അള്ളാഹ്? അർ റഹ്മാൻ ആണ് ഇവിടെ ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ, എല്ലാവർക്കും വേണ്ട വായുവും വെള്ളവും എല്ലാം നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിവിടെ ദുനിയാവിൽ അള്ളാഹു നൽകുമ്പോൾ അവൻ റഹ്മാനാണ്, അഥവാ റഹ്മാൻ ദുനിയ വൽ ആഖിറയാണ്. അഥവാ ഇവിടെ വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ സർവർക്കും സമ്മാനിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അവന്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ പടപ്പുകളും ജീവിക്കുന്നത്, എല്ലാവരും അനുഭവിക്കുന്നത് ആ റബ്ബിന്റെ റഹ്മത്താണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെത്തുമ്പോ, പാരത്രിക ലോകത്തെത്തുമ്പോ ആ റബ്ബ് സുബ്ഹാനഹുവിന്റെ റഹ്മത്ത് അത് ഖാസാണ്. അതാ റഹീം അൽ ആഖിറ. പാരത്രിക ലോകത്തിലെ പ്രത്യേകമായി അള്ളാഹു വഴിപ്പെട്ട അടിമകൾക്ക് അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്. അവിടെ അവന്റെ ജലാലിയത്ത്, അവന്റെ ഖഹരിയത്ത് ബോധ്യപ്പെടുന്ന ലോകമാണ് ആ ലോകം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഠിനമായ അദാബ് അവനെ ധിക്കരിച്ച ആൾക്കാർക്ക് നേരെ അള്ളാഹു തആല വെച്ച് നീട്ടുന്നതാണ്. അവിടെ അവന്റെ റഹ്മത്ത് അവർക്ക് കിട്ടുകയില്ല. അപ്പൊ അള്ളാഹു തആല ആഖിറത്തിൽ റഹീമാണ്, റഹീം അൽ ആഖിറ. ആഖിറത്തിൽ അവനെ വഴങ്ങിയവർക്ക് മാത്രമാണ് അള്ളാഹു തആലയുടെ റഹ്മത്ത് കിട്ടുക
എന്നർത്ഥം വരുന്ന ആശയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ട്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മുഴുവൻ ആശയങ്ങൾ അത് അതാ ബായിൽ തന്നെ വരും. സൂറത്ത് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ബ എന്ന ഹർഫിലുണ്ട്. അതാ ഖാല അലിയ്യിൻ കറമല്ലാഹു വജ്ഹഹു ലൗ തുവിയത്ത് ലി വിസാത്തുൻ ലഖുൽതു ഫിൽ ബായി മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖറ 70 ബഈറ. അലി അള്ളാഹു പറയും, എനിക്കറിയാവുന്ന സൂറത്ത് വിശുദ്ധ ഖുർആന്റെ തഫാസീറുകൾ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ഞാനങ്ങ് എഴുതിയാൽ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ ബാഇന് മാത്രം ഞാൻ തഫ്സീർ എഴുതിയാൽ 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ വഹിക്കാനുള്ള ഭാരം തഫ്സീർ എഴുതാൻ എന്നെ കൊണ്ട് കഴിയും. 70 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള ഭാരം ഏറിയ തഫ്സീർ എഴുതാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ആര് പറയുകയാണ്? ഇൽമിന്റെ കേദാരമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഏതിന് മാത്രം? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ ബാഇന് മാത്രം തഫ്സീർ എഴുതിയാൽ. അപ്പൊ അത്തരത്തിൽ വളരെ സമഗ്രമായ ആശയമുള്ള ഒന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നർത്ഥം. ധാരാളം എന്താണ് ഫദായിലുകൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ നമുക്ക് എത്ര 1 മണിക്കൂർ ഇരുന്നാലും ആ ക്ലാസ് മതിയാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ മഹത്വം മാത്രം പറയാതിരുന്നാൽ അത്രമാത്രം വലിയ ഫദീലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഒരു വലിയ ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നർത്ഥം. ഒറ്റ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹു ഖാല ഇന്നല്ലാഹ തആല അഅത ലി ഹാദിഹിൽ കലിമാത്ത് സുൽത്താനൻ ലം യുഅത ലിഗൈരിഹ. മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കലിമാത്തുകൾ, ആ പദങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു സുൽത്താൻ പദവി. ഒരു സുൽത്താൻ പദവി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ലം യുഅത ലിഗൈരിഹാ മിനൽ കലിമാതി. വേറെ ഒരു പദങ്ങൾക്ക് നൽകാത്തൊരു ഉന്നതമായ പദവി അല്ലാഹു തആല നൽകിയ വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. കാരണം അതാണ് എല്ലാത്തിനും ബിഹാ തത്തിമു തഹാറത്ത്. നമ്മുടെ ശുദ്ധീകരണം പൂർത്തിയാകണമോ അതിലൂടെയാണ് പൂർത്തിയാകുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാ പൂർത്തിയാവുക. അബിഹാ തഹില്ലു ദബീഹാത്ത്, അറബുകൾ ഹലാലാകുന്നത് അതിലൂടെയാണ്. അതുപോലെ അബിഹായം ശൈത്താൻ അനിദ്ദഅവ, അതുപോലെ തന്നെ ശൈത്താനെ തടയാൻ പറ്റിയ ഏറ്റവും വലിയ ദിക്ർ അതാണ്. അബിഹാ وبها تستمر الصبيان وغيرهم من الطعام والشراب. അതുപോലെ തന്നെ പിശാചുകളെ ആഹാരത്തിനും പാനീയങ്ങളെ തൊട്ടും, അതുപോലെ തന്നെ നമ്മൾ സന്താനോൽപാദനം നടത്തുമ്പോൾ ആ സന്താനോൽപാദനത്തിന് പിശാചിന്റെ ദംശനെ തൊട്ടും കാക്കാൻ പറ്റിയ വലിയ ദിക്റും അതാണ്. അത്രത്തോളം മഹാന്മാർ പറയാം, വലൗ അന്ന ഖായിലൻ മാ ഖൽബിഹി ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുമ്മ ദഖല അൽ ബഹറ ലാ യഗ്രിഖു. അതെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധമായ നിലയിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് സുമ്മ ദഖല അൽ ബഹറ, ബഹറിലേക്ക് പ്രവേശിച്ചാൽ, സമുദ്രത്തിലേക്ക് ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ് ആ ബഹറിലേക്ക് പ്രവേശിച്ചാൽ ലാ യഗ്രിഖുഹു, അവൻ ആ ബഹറിൽ മുങ്ങിപ്പോകൂല. അതുപോലെ വലൗ ദഖല നാറൻ ലാ തഹ്രിഖുഹു, ബിസ്മി ചൊല്ലിക്കൊണ്ട് തീരെ പ്രവേശിച്ചാൽ ആ തീ അവനെ കരിക്കൂല. അത്രമാത്രം വലിയ പവർഫുള്ളായ ദിക്റാണ്. അതെ, ബിസ്മില്ലാഹിർ റഹ്മാൻ ചൊല്ലിക്കൊണ്ട് പാമ്പുകൾക്കും തേളുക്കും ഇടയിലേക്ക് കടന്നാൽ സദത്തുൽ കൽബാകണം. ആ രീതിയിൽ ബിസ്മിയുടെ മഹത്വം ഉൾക്കൊണ്ടവനാണ്. അങ്ങനെ കടന്നാൽ പാമ്പുകളും തേളുവിനെ കുത്തൂല. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു വിഷം കുടിച്ചില്ലേ ബിസ്മി ചൊല്ലിക്കൊണ്ട്? ഒന്നും സംഭവിച്ചില്ലല്ലോ. അതാ വലൗ ഖറാഹ അലാ റഅസി ഖബരി മുഅ്മിൻ യർഫഉ അൻഹു അൽഅദാ ബിബറകതിഹ. അതെ, ഒരാൾ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഒരു വിശ്വാസിയായ ഖബറിൻ തലക്കിൽ ഓതിയാൽ അത് അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഖബറിന്റെ അദാബിൽ രക്ഷപ്പെടുത്തുന്നതാണ് എന്നിങ്ങനെ ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സംഭവം പറഞ്ഞപ്പോൾ ഈസാ അലൈഹി സ്വലാം സാധാരണ പ്രസംഗത്തിലേക്ക് കേൾക്കും. ഒരു സംഭവം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നു. ഖബറിലൂടെ നടന്നു പോകുമ്പോൾ ഖബറിൽ അദാബ്, ശിക്ഷയുടെ മാലാഖമാർ ആ മയ്യിത്തിനെ ശിക്ഷിക്കുന്ന രംഗമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം പോയ സഞ്ചാരം കഴിഞ്ഞ് അവിടുത്തെ ബഹുമാനപ്പെട്ട ഈസാ നബി ചുറ്റും സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ അവിടുത്തെ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, കുറെ നാൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ആ പോയ സഞ്ചാരം കഴിഞ്ഞ് സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കാണാം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖബറിൽ കാണുന്നത് ആ ഖബറിലെ മയ്യിത്തിന് അത് ഇപ്പൊ നല്ല റാഹത്തായ അവസ്ഥയിലാണ്, അദാബുകളൊക്കെ നീങ്ങിയിരിക്കുന്നു.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്വേഷിക്കുകയും അള്ളാഹു താല ഇലൈഹി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു താല വഹി അറിയിച്ചു കൊടുത്തു. യാ ഈസാ കാന ഹാദൽ അബ്ദു ആസിയൻ, ഓ ഈസാ, ഈ അടിമ വളരെ ദുഷ്കർമ്മിയായ ദോഷിയായ അടിമയായിരുന്നു. വഖദ് മാത മഹ്ബൂസുൻ ഫി അദാബി വഖദ് തറക ഇംറഅതൻ ഹുബ്ല. അതേ, ഇദ്ദേഹം മരണപ്പെട്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ ആളെ പിടിച്ച് ശിക്ഷിക്കുന്ന രീതിയിൽ അള്ളാഹു തആല ഹബസ് ചെയ്തതാണ്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ട വഖദ് തറക ഇംറഅതൻ ഹുബ്ല, ഗർഭിണിയായ ഭാര്യയെ ഒഴിവാക്കിയിട്ടാണ്, ഗർഭിണിയായ ഭാര്യ ഉള്ള അവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്നിട്ടിപ്പോ വരദൻ വറബ്ബത്ഹു ഹത്താ കബറ. എന്നാൽ ആ ഭാര്യ പിന്നീട് പ്രസവിക്കുകയും ആ ഭാര്യ ആ കുട്ടിയെ വളർത്തുകയും ഹത്താ കബറ ഹത്താ കബറ, ആ കുട്ടി വലുതാവുകയും ചെയ്തപ്പോ ഫസല്ലമത്ഹു ഇലൽ മുഅല്ലിമി, ആ ഉമ്മ അല്ലെങ്കിൽ ആ മരണപ്പെട്ട ആളുടെ ഭാര്യ ആ കുട്ടി ഒരു മുഅല്ലിമിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ഫലഖനഹുൽ മുഅല്ലിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ മുഅല്ലിം മദ്രസയെ കൊണ്ടാക്കിയപ്പോൾ മദ്രസയിലെ ഉസ്താദ് ആ കുട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കുട്ടി ബിസ്മിയേറ്റ് ചൊല്ലി. അപ്പൊ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അല്ലാഹു തആല പറയുകയാണ്, ഫസ്തഹിയതു മിൻ നബിയ്യൻ നുഅദിബുഹു ഫി ബത്നിൽ അർദി വവലദുഹു യദ്കുറു ഇസ്മി അലാ ളുഹ്രിഹാ. ഓ ഈസാ, ഫസ്തഹിയതു മിൻ നബിദി, അപ്പൊ ഞാൻ അങ്ങനെ ആ ദോഷിയായ അടിമയുടെ ഒരു കുട്ടി ഭൂമിക്ക് മുകളിൽ എന്റെ ഇസ്മിങ്ങനെ ഉച്ചരിച്ച് മഹത്വം പറയുമ്പോ ആ ഭൂമിക്ക് ഉള്ളിൽ ആ അടിമയെ ശിക്ഷിക്കാൻ ഞാൻ ഹയായി, അല്ലെങ്കിൽ ഞാൻ അള്ളാഹു സുബ്ഹാനഹു ഞാൻ ലജ്ജിച്ചു, അതുകൊണ്ട് തന്നെ ആ അടിമയുടെ അദാബിനെ പിൻവലിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അംഗീകരിച്ചു കൊടുത്ത സംഭവം മഹാന്മാരോട് ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ ആ രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു കുട്ടി ഓതുമ്പോ ആ കുട്ടിയുടെ പിതാവിന്, ആ കുട്ടിയുടെ രക്ഷിതാവിന് അത് കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല. കുട്ടി ഓതുന്നത് എങ്ങനെ ഓതിയാണ്? മദ്രസയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ഏറ്റില്ലാണ് ആ കുട്ടി. അതിന്റെ ബറക്കത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ അദാബിനെ തൊട്ട് ആ കുട്ടിയുടെ പിതാവിനെ അദാബിനെ തൊട്ട് കാക്കുന്നത് കാണാം. ഇങ്ങനെ സ്ക്രീൻ ധാരാളം സംഭവങ്ങൾ. സ്ക്രീൻ ഒന്ന് മൂവ് ചെയ്യേ. ഞാൻ ഇപ്പൊ വായിച്ച എന്ത് സ്ക്രീനില്ലായിരുന്നു കേട്ടോ. ഇല്ല. ഏ അപ്പൊ ഞാൻ വേറെ കിതാബ് നോക്കി വായിച്ചതാ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹത്വം പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്, എത്ര പറയാനുണ്ട്. നമ്മുടെ അതിനുവേണ്ടി മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം നമ്മുടെ തഫ്സീറിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഫളായിൽ മാത്രം പറഞ്ഞു, നമ്മൾ അത്യാവശ്യം ബറക്കത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. എന്തായാലും എപ്പോഴും മുറുകെ പിടിക്കേണ്ട, എപ്പോഴും നമുക്ക് മറക്കാതിരിക്കേണ്ട വലിയ ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്രയാ ഹദീസ് നബി സല്ലല്ലാഹു വളരെ സ്പഷ്ടമായി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലായിടത്തും വേണം. എത്രത്തോളം ഒരു കുട്ടി പിഴയ്ക്കാനും നല്ലവനാകാനും വലിയ കാരണമാകുന്നത് ആ സന്താനോൽപാദന വേളയിലെ ഭാര്യ ഭർത്താക്കന്മാരെ സംസർഗത്തിന്റെ ബിസ്മിയുടെ സാന്നിധ്യമാണ്. ബിസ്മി ഇല്ലേ ഉറപ്പാണ് പിശാജ് പങ്കാളിയാകും. പിശാജ് ഉറപ്പായിട്ടും പങ്കാളിയാകും. അങ്ങനെ പങ്കാളിയായി കഴിഞ്ഞാലോ ആ മക്കൾ നല്ലവരാകാനുള്ള സാധ്യത കുറവാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആ രീതിയിൽ എല്ലായിടത്തും പൈശാചിക സ്വാധീനത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന വലിയ പവർഫുള്ളായ ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ആഹാരം കഴിക്കുന്നിടത്താണെങ്കിലും ഏതെല്ലാം നല്ല കാര്യത്തിലും അത് ബിസ്മിയുടെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് എന്നർത്ഥം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാൻ തഫ്സീർ, നമ്മുടെ തഫ്സീറിയുടെ എത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു റഹ്മാൻ റഹീമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഓതുവാൻ ആരംഭിക്കുന്നു എന്ന അർത്ഥത്തിനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹാന്റെ അവിടെ എന്ത് പറ്റി സ്ക്രീന്
സ്ക്രീൻ ഷെയറിങ്ങിന് ചെറിയ ഇത് ഉണ്ടോ, അതുകൊണ്ടുള്ള ഭയങ്കര. സ്ക്രീൻ ആ സോറി, ഇപ്പൊ ഒരു സ്ക്രീൻ ഷെയറിങ്ങിന് എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഫുൾ സ്ക്രീൻ കിട്ടുന്നില്ല, എന്താ സംഭവം എന്നറിയില്ല. ക്ലാസ് എടുത്താൽ ഓക്കെ. അപ്പൊ നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ മഹത്വം പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് അതിന്റെ മഹത്വം നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ പിന്നെ അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിനെ ആരംഭമാക്കുന്ന ജലാലൈനി ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പിന്നെ പറയുന്നത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു സർവസ്തുതി, സ്തുതിയായ സ്തുതിയൊക്കെയും ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവാണ് എല്ലാ സ്തുതിയുടെ ഉടമസ്ഥൻ. ഏത് അള്ളാഹ്? റബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും സംരക്ഷകനായ, എല്ലാ ലോകങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് സർവസ്തുതി. അവിടെ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു തഫ്സീർ ജലാലിൽ കാണാം അൽഹംദുലില്ലാഹ് ജുംലത്തുൻ ഖബരിയ്യത്ത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ പ്രയോഗം അത് ഖബരിയായ ജുംലയാണ്. എന്താ ഖബരിയ ജുംല എന്നൊക്കെ പറഞ്ഞ അതൊക്കെ നമ്മുടെ ഈ എല്ലാ സാധാരണക്കാരും പങ്കെടുക്കുന്ന സദസ്സിൽ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് വിശദമായി പറയുന്നില്ല. അതായത് നമ്മുടെ അറബി കലിമത്തിൽ അറബി വാചകം അനുസരിച്ചുകൊണ്ട് കൽപ്പനക്രിയ, അതുപോലെ തന്നെ ചോദ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇൻഷായിയായ ജുംല എന്ന് പറയാം. അഥവാ ചെയ്യട്ടെ, വരട്ടെ, അല്ലെങ്കിൽ ചെയ്യൂ എന്നൊക്കെയുള്ള കൽപ്പനക്രിയകൾ. അതേ സമയത്ത് സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യത്തെ എന്ത് സ്ഥിരപ്പെടുത്തി പറയുന്നതിന് എന്തെന്ന് പറയും? അതാണ് ഖബരിയ ജുംല എന്ന് പറയും. ഇവിടെ അൽഹംദുലില്ലാഹ് സർവസ്തുതി, സ്തുതിയായ സ്തുതിയൊക്കെയും അല്ലാഹു തആലയ്ക്ക് ഉടമപ്പെട്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്, അവൻ ഉടമപ്പെട്ടതാണ് എന്ത് ഹംദ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു ഖബരിയ ജുംലയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും, സ്തുതിയായ സ്തുതിയൊക്കെയും അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ ബിസ്മില്ലാഹിൽ അള്ളാഹ് എന്ന് വന്നു, അവർ അൽഹംദുലില്ലാഹിൽ അള്ളാഹ് എന്ന് വന്നു. എന്താണ് ഈ അള്ളാഹു എന്ന പദം? എല്ലാ തഫ്സീറിനും എന്തെങ്കിലും ചർച്ചയാണ്, വിശദമായ ചർച്ചയുണ്ട്. നമ്മുടെ മുഴുവൻ ചർച്ച എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്ത് തയ്ച്ചോണമെന്നില്ല. അള്ളാഹു എന്ന പദം വന്നത് എങ്ങനെയാണ്? ആ പദം ഏതെങ്കിലും വാക്കിൽ നിന്ന് നിഷ്പന്നമായി വന്നതാണോ, അതല്ല അത് വെറും ഒരു പേരാണോ? അങ്ങ് രണ്ടു മൂന്ന് ചർച്ചയുണ്ട്. പണ്ഡിത ലോകത്ത് രണ്ടു മൂന്ന് തരത്തിൽ തന്നെ വലിയ ചർച്ചകൾ പോകുന്നുണ്ട്. അതിൽ പ്രബലാഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല ഒക്കെ പറഞ്ഞതും, അതുപോലെ ജുംഹൂർ ഉലമാവിന്റെ അഭിപ്രായം അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് അലമുൻ, അത് അള്ളാഹുവിന്റെ പേരാണ് എന്ന്. അങ്ങനെ പ്രത്യേകം നിഷ്പന്നമായ പദമൊന്നുമല്ല. അത് അള്ളാഹ് എന്ന ആ വാക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് എന്ന ആ വാക്ക് അത് ഇസ്മുൽ അഅ്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗത്തിലൊക്കെ ഉണ്ട്. അത് ഇസ്മുൽ അഅ്ളമാണെന്ന് അഭിപ്രായമുള്ള അള്ളാഹുവിന്റെ പേരുകൾപ്പെട്ട പേരാണ്. പക്ഷെ ആ പേരിനെ കുറിച്ച് പറയാൻ, അതിന്റെ ഭാഷാപരമായി പറഞ്ഞാൽ അത് അലമുൻ, അത് അലമുൻ ശഖ്സുൻ അറബിയും മുർത്തജലും ജാമിദുൻ.
വഹുവ സഹീഹ്. അതാണ് ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതങ്ങനെ ഇങ്ങനെ സാധാരണ രീതിയിൽ സർഫാക്കി എടുക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലധാതുവിൽ നിന്നാണ് നിഷ്പന്നമായി വരുന്ന പദമല്ല. മറിച്ച് അങ്ങനെയൊന്നും സർഫാക്കി എടുക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന മഹാശക്തി, ഈ ലോകത്തിന്റെ നിയന്താവായ സൃഷ്ടാവായ ആ ശക്തിയെക്കുറിച്ച് അവന് വെച്ച പേരാണ്, ആ അള്ളാഹുവിന്റെ ഒരു പേരാണ് അള്ളാഹ് എന്നുള്ളത്. വല്ലാഹു അലമുൻ അലൽ മഅ്ബൂദ് ബിഹഖ്. ഒറ്റ വാക്കി പറഞ്ഞ് ഇങ്ങനെ പറയാം, അള്ളാഹു എന്നത് ഹക്കായ സത്യത്തിലുള്ള ആരാധ്യൻ ആരാണോ ആ ആരാധ്യന് വെക്കപ്പെട്ട പേരാണ് അള്ളാഹ് എന്ന പദം. ആ അള്ളാഹു സുബ്ഹാനഹു ജലാലത്തിന്, അള്ളാഹുവിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ആ അള്ളാഹു എന്ന മഹാശക്തിക്ക് വെക്കപ്പെട്ട പേരാണ് അള്ളാഹ് എന്ന പദം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വേറെ ഒന്നിനും പിന്നെ അവകാശമില്ല. ആ ഇസ്മ ഏറ്റവും മഹത്തരമായ ഇസ്മാണ്. ആ അള്ളാഹുവിന്റെ ഇസ്മിനാണ് എല്ലായിടവും മുന്തിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഖുർആനിൽ ഈ തഅലീമുൽ മസ്അല, ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഈ സൂറയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിന്റെ ഇസ്മിനെ ആദ്യം മുന്തിച്ചത്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേര്. അപ്പൊ അതുപോലെ അൽഹംദുലില്ലാഹ്, അവിടെ രണ്ടാമത് അള്ളാഹു തആല പറയുന്നത് ഈ സെറ്റുകളെ കൊണ്ട് ആ റബ്ബിന്റെ പ്രശംസ പറയിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ സ്തുതി പറയിപ്പിക്കുകയാണ്. അപ്പോ അവിടെ അള്ളാഹു പ്രയോഗിച്ചു അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതാണ്. അപ്പൊ അതാണ് പ്രബലാഭിപ്രായം. അതേസമയത്ത് അള്ളാഹു എന്നുള്ളത് എന്താണ്? അല്ല, നിഷ്പന്നമായതാണ്. അതിന്റെ അസ്ലി വേർഡ് ഇലാഹ്, ഇലാഹ് എന്നതായിരുന്നു. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ നേരെ വാക്കർത്ഥം ആരാധ്യൻ, ആരാധിക്കപ്പെടുന്ന എന്നർത്ഥമാണ്. എന്നാൽ ആരാധിക്കപ്പെടുന്ന എന്ന ആ അർത്ഥമുള്ള വാക്കിൽ നിന്ന് അല്ലിലാഹ് എന്ന പ്രയോഗം, ഇലാഹ് ലോകത്ത് ആരാധിക്കപ്പെടുന്ന കല്ലിനും മുള്ളിനും എല്ലാത്തിനും ഇലാഹ് എന്ന് പറയാം, എല്ലാ വസ്തുക്കൾക്കും ഇലാഹ് എന്ന് പറയാം. എന്നാൽ ഇത് ആരാണ്? അല്ലിലാഹ്, അറിയപ്പെട്ട ആരാധ്യൻ. അറിയപ്പെട്ട ആരാധ്യൻ, ശരിയായ ആരാധ്യൻ ആരാണ്? അവൻ ആരാണ്? അള്ളാഹു എന്ന മഹാശക്തിയേ ഉള്ളൂ. അപ്പൊ അറിയപ്പെട്ട ആരാധ്യൻ എന്ന അർത്ഥത്തിൽ ഇലാഹിനൂടെ അലിഫ്ലാം വരുമ്പോ, നമ്മളെ ഇംഗ്ലീഷിൽ പറയുന്ന ദ എന്ന പ്രയോഗം പോലെ അൽ ഇലാഹ് വന്നു. അപ്പൊ ആ ഇലാഹ് എന്നതിലേക്ക് അല്ല് വന്നു. അല്ല് വന്നതിന് ചേർന്നതിന് ശേഷം അലില്ലാഹിയുടെ ഒരു അലിഫിനെ ഒഴിവാക്കപ്പെട്ടതാണ്. അങ്ങനെ ആ അലില്ലാഹിൽ ആദ്യം ഉണ്ടായിരുന്ന ഹംസ, ഹംസ എന്താണ്? അതിനെ ഒഴിവാക്കപ്പെട്ടു. അപ്പൊ അലിലാഹ് എന്നത് അള്ളാഹ്, അല്ലാഹ്. അള്ളാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നാണ് ശരിക്കും പദം, അല്ലാഹു എന്നാണ് ശരിയായി എഴുത്തുള്ളത്. അലിഫും 2 ലാമും ഹാവും. അപ്പൊ അല്ലാഹ്, അല്ലാഹ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്കൊക്കെ എപ്പോഴും ഓർമ്മ വേണ്ടതാണ്. 2 ലാമും, ആ 2 ലാമിന് ശേഷം ഒരു അലിഫുണ്ട്. ആ അലിഫ് വന്ന ശേഷമാണ് ഹാ വരേണ്ടത്. അള്ളാഹു, അല്ലാഹു, ശരിക്കും അല്ലാഹു എന്നാണ് എഴുത്ത്. രണ്ട് ലാമിന് ശേഷം ഒരു അലിഫ്, അലിഫിന്റെ ഉച്ചാരണം വരണം, ശേഷമാണ് ഹാ വരേണ്ടത്. അതുകൊണ്ട് ലാ ഇലാഹ എന്ന് ചെല്ലുമ്പോൾ വല്ലാതെ ചുരുക്കി ചെല്ലിയാൽ, അല്ലെ അവസാനത്തെ ഹായിനെ കേൾപ്പിച്ചില്ലെങ്കിൽ എന്തുണ്ടാകൂല? ആ ലാമിന് ശേഷമുള്ള അലിഫ് വരൂല. അലിഫ് വന്നില്ലെങ്കിൽ ദിക്റാകൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞ് വേഗം പോയാൽ ഹായിനെ കേൾപ്പിക്കുന്നില്ല എങ്കിൽ ആ ലാമിന്റെ ശബ്ദത്തിന് ശേഷമുള്ള അലിഫ് വരുന്നില്ല, അലിഫ് കൂടെ വരണം. അല്ലാഹ്, അല്ലാഹ് എന്നിങ്ങനെ വരണമെന്ന. അപ്പൊ എന്തായാലും ആ അള്ളാഹു എന്ന ആ പദം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹുവിന്റെ ദാത്തിനെ അറിയിക്കുന്ന അവന്റെ ജലാലത്തിന്റെ ഇസ്മാണ്, അത് പേരാണ് എന്നതാണ് പ്രബലാഭിപ്രായം. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അവന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് പിന്നെ സൂറത്തുൽ ഫാത്തിഹ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം കഴിയുന്നവിടെ നിൽക്കട്ടെ, ബാക്കി ചർച്ച നമുക്ക് നാളെ ആകാം. ഡൗട്ടുകളൊന്നുമില്ലല്ലോ? ഒറ്റ മിനിറ്റ്. സംശയം ചോദിക്കട്ടെ? പറയാ, പെട്ടെന്ന് കഴിക്കും, പെട്ടെന്നാവട്ടെ. ഇല്ല, ഞാൻ നാളെ നാട്ടിൽ പോകണം, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പോകണം. അതാ സംശയം? അല്ല, ഞാനല്ല സംശയം ചോദിക്കുന്നത്, അത് ചോദിച്ചോട്ടെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. അള്ളാഹു യാത്ര ബറക്കത്ത് ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഭംഗിയാക്കി തരട്ടെ. നാട്ടിൽ പോയ ക്ലാസ് കൂടുതലല്ലേ? ഇൻഷാ അല്ലാഹ്, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. എന്താ റഫീഖ് എന്താ ചോദിച്ചോ? ഏഴ് കേട്ടിട്ടില്ലേ? നമ്മള് പാംലെറ്റ് എന്നൊക്കെ പറയത്തില്ലേ ഇംഗ്ലീഷില്? അതായത് ഗ്രന്ഥങ്ങളുടെ, കിതാബ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രന്ഥങ്ങളാണ്. അത്ര വലിപ്പമില്ലാത്ത സാധനങ്ങൾ ഏട് എന്ന് പറയാം. നമ്മള് പറയത്തില്ലേ ലീഫ്ലെറ്റ് എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ പാംലെറ്റ് എന്നൊക്കെ പറയുന്നത്, അതിനാണ് എന്ത് ചെയ്യുക, ഏടുകൾ എന്ന് പറയും. അഥവാ കിതാബ് ഗ്രന്ഥങ്ങളെ പോലെ, കിതാബുകളെ പോലെ വലിപ്പമുള്ളതിൽ ചെറുതാണെന്നർത്ഥം.
ചെറുതാണ്. അപ്പൊ അങ്ങനത്തെ 100ഓളം ഏടുകളുണ്ട്. മാസം പഠിച്ചില്ലേ 100 ഏടുകൾ 4 കിതാബുകളെ പഠിച്ചേക്കും. അത് പഠിച്ചിന്. പക്ഷെ അന്ന് ഉസ്താദ് പറയുന്നപ്പോ കേട്ടിട്ട് പോരുമെന്നല്ലാണ്ട് ചോദിക്കില്ലല്ലോ. അപ്പൊ അതിന്റെ കണക്ക് നമ്മളിപ്പോ അറബി വായിച്ചെന്ന് മാത്രം. പണ്ട് മനസ്സിന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. 100 ഏടുകളും 4 കിതാബുകളും. അന്നത്തെ ക്ലാസ്സിൽ അങ്ങനെയാണ്, ഉസ്താദ്മാർ പറയുന്നത് കേട്ടുക, പഠിച്ച് കാണാതെ പഠിച്ച് പോയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇന്ന് അതല്ല, ഇന്ന് എല്ലാം ചോദ്യം ചെയ്യല്ലോ. എന്താ അല്ല, നമ്മളിപ്പോ ഈ പിന്നെ സാധാരണ സുന്നത്ത് നിസ്കാരത്തില് നമ്മള് പിന്നെ വജ്ജത്ത് ഓതി കഴിഞ്ഞാല് പിന്നെ സൂറത്തിന്റെ ആവശ്യം വരുന്നില്ല. സമയക്കുറവുണ്ട്. എന്താ അങ്ങനെയല്ല സുന്നത്ത് നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുന്നത് ശക്തിയായ സുന്നത്താണ്. ഫാത്തിഹല്ല, വജ്ജത്ത് ഓതി കഴിഞ്ഞാല് നമ്മൾ ആ സൂറത്തിന്റെ അതിന് പകരാവുന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരാ പറഞ്ഞ വജ്ജത്ത് ഓതാൻ ഹയ്യത്ത് സുന്നത്തേ ഉള്ളൂ. അതിനേക്കാൾ പ്രധാനമുള്ളതാണ് സൂറത്ത് ഓതുക എന്നുള്ളത്. സുന്നത്ത് നിസ്കാരത്തിന്റെ റക്കായത്ത്, എല്ലാ റക്കായത്തിലും ഒരു റക്കായത്തിൽ എന്ത് ചെയ്യുക, ഒരു പിന്നെ ഫാത്തിഹ ഒരു സൂറത്ത് ഓതിയിങ്ങനെ സൂറത്തിന്റെ അറ്റ്ലീസ്റ്റ് 3 ആയത്തെങ്കിലും ഓതണം. ഈ 3 ആയത്തെങ്കിലും ഓതിയില്ലെങ്കിൽ എന്താണ് ഒരു സൂറത്ത്? ഏറ്റവും ചുരുങ്ങിയ സൂറത്തിന്റെ എണ്ണം 3 ആയത്താണല്ലോ. നമ്മൾ പറഞ്ഞില്ല, സൂറത്തിന്റെ ഡെഫിനേഷൻ തന്നെ അങ്ങനെയാണ്. ഏറ്റവും ചുരുങ്ങിയ 3 ആയത്തുകൾ വരുന്ന ഒരു വിശുദ്ധ ഖുർആനിലെ പ്രത്യേകമായ ഒരു ആയത്തുകളുടെ കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് സൂറത്ത് എന്ന് പറയുക. അപ്പൊ സൂറത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സൂറത്തിന്റെ ആയത്തുകളുടെ 3 ആയത്താണ്. അപ്പൊ 3 ആയത്തെങ്കിലും എന്ത് ചെയ്യുക, ഖുർആൻ ഓതണമെന്നാണ്. അത് ഓതിയില്ലെങ്കിൽ കറാഹത്താണ്. ഓതിയില്ലെങ്കിൽ കറാഹത്താണ്. അപ്പൊ എന്ത് ചെയ്യാ? സുന്നത്ത് നിസ്കാരത്തിനാണെങ്കിൽ ഏത് നിസ്കാരത്തിനുള്ള അവസ്ഥ മയ്യിത്ത് നിസ്കാരം ഇല്ലാത്ത ഏത് നിസ്കാരത്തിൽ അങ്ങനെയാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ പണ്ട് മദ്രസ പഠിപ്പിക്കുമ്പോ പറഞ്ഞു തന്നില്ല പഠിക്കുന്നത്. അതുകൊണ്ടായി ഇങ്ങനെ ചോദിച്ചത്. നമ്മള് സുന്നത്ത് നിസ്കാരത്തില് വജ്ജത്ത് ഓതാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാലോ. അത് ഫർദ് നിസ്കാരത്തിലെ വജ്ജത്തിലും നടക്കും. ഏത് നിസ്കാരത്തിലും പറ്റും. ഏത് നിസ്കാരത്തിലും പറ്റും. നമ്മളെ ഗ്രൂപ്പിൽ പെടാത്ത ആൾക്കാരെല്ലാം ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരാണെങ്കിലും അവർക്കൊക്കെ അള്ളാഹു തആല എല്ലാം ഉപകാരം ചെയ്യട്ടെ. ആളുണ്ട്, ഇത് കാണുന്നുണ്ട്, സന്തോഷമുണ്ട്. അവരെ ഗ്രൂപ്പിൽ ചേർക്ക്. ഇവിടെ വന്നവരൊക്കെ അവിടെ ആക്കണം. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.